മാലിനി നമ്മുടെ മാസ്റ്റർക്ക് നല്ല ജോഡിയാണ് അല്ലേടാ? ആ, മാസ്റ്റർക്ക് നല്ല ഒരു ജോഡിയെ കിട്ടി. ഇനി നിനക്കും എനിക്കും എപ്പോഴോ എവിടെയോ. അയ്യോ എടാ, അത് വേണ്ടടാ, അത് വേറെ നാടൻ മാതാമേടാ, അത് വേണ്ട. പോവന്നെ. അപ്പു, ആ കാറിന്റെ ഉടമസ്ഥനോട് ജാക്കിയാണ്. ജാക്കിയോ? ഓ, കാറ് നോക്കുന്ന ജാക്കി അല്ലടാ, കുതിര ഓടിക്കുന്ന ജാക്കി. നമ്മൾ കുതിരയെ തേടി നടക്കേണ്ടി വരും. അതേടാ, ആ ജാക്കി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. നമുക്കുടനെ അയാൾ അന്വേഷിച്ച് ബാംഗ്ലൂരിൽ പോകണം. ബാംഗ്ലൂരു? ആ, ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, കുതിരപ്പന്തായെങ്കിൽ കുതിരപ്പന്തായം. എടാ ടീച്ചറെ, നീ നേരെ വീട്ടിൽ പോയി വിശ്രമിക്കുക. ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് വന്നേക്കാം. എടാ ടീച്ചറെ, മാസ്റ്റർ പറഞ്ഞ് കേട്ടല്ലോ, ഞങ്ങള് പോയി കഴിഞ്ഞ് വല്ല പെൺപറ്റുകടയും പുറകെ നടന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. മാസ്റ്ററെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്ക്. ഈ നിധിക്ക് വേണ്ടി നടന്ന് നടന്ന് എന്റെ രണ്ട് കാലും കുന്തം പോലായി. നീ എന്താടാ ഈ പറയുന്നത്? നിധി എന്ന് പറഞ്ഞാൽ അത്ര വേഗം കിട്ടുമോ? നിധി വേഗം കിട്ടുവോ, താമസിച്ച് കിട്ടുവോ, കിട്ടാതിരിക്കുവോ, അതിലൊന്നും എനിക്ക് പരാതിയില്ല. പിന്നെ നിനക്ക് എന്തോന്നിനെ കുറിച്ചാടാ പരാതി? അല്ല, ചെറിയൊരു നിധിക്ക് വേണ്ടി മദ്രാസിലെ ഒരു പെണ്ണിന്റെ പുറകെ ചുറ്റി, എന്നിട്ടും രക്ഷയില്ല. ബാംഗ്ലൂര് വന്ന് ആണും പെണ്ണുമല്ലാത്ത കുതിരകളുടെ പുറകെ ചുറ്റി, എന്നിട്ടും രക്ഷയില്ല. ഇനി കുതിരയെ പൊക്കുന്ന ഒരു ജാക്കിയെ ചുറ്റിപ്പറ്റി നിൽക്കുക. മാസ്റ്ററെ, കുതിരയെ പൊക്കുന്നവന് നിധി ഉണ്ടെങ്കിൽ അവൻ കുതിരയെ പൊക്കാൻ പോവോ? നീ ഒന്ന് മിണ്ടാതിരിക്കടാ. നമുക്ക് ആ കാറാ കണ്ടുപിടിക്കേണ്ടത്. അയ്യോടാ, കഥ അവിടുന്നും പോയോ? ഇനി ഈ കാർ അവിടെ പോയി കണ്ടുപിടിക്കും? എടാ, കഷ്ടപ്പെട്ടെങ്കിലേ ഫലം കിട്ടുകയുള്ളൂ. എത്ര കഷ്ടപ്പെട്ടാലും ഇത് കിട്ടാൻ പോകുന്നില്ല. നമ്മളെ ഇങ്ങനെ നടത്തണമെന്ന് ആ ശിവശങ്കരൻ എഴുതി വെച്ചിട്ട് ചത്തുപോയതാ. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ അതിനകത്ത് നിധി കാണത്തുമില്ല. എടാ, നിധി കിട്ടിയോ ഇല്ലയോ, ഈ നിധിയുടെ പിറകെ പോയത് കൊണ്ടല്ലേ ആ മാലിനിയെ കാണാനും പരിചയപ്പെടാനും ഇടയായത്. ബാംഗ്ലൂര് വന്നിട്ടും മാലിനി മാലിനി മാലിനി. മാസ്റ്ററെ, മാലിനിക്ക് അനീത്തിമാരും വല്ലവരും ഉണ്ടോ? എടാ അപ്പു, നമ്മൾ ആ കാർ കണ്ടുപിടിക്കുന്നവരെ നീ ഈ കാര്യം മനസ്സിൽ ആലോചിക്കുക പോലും ചെയ്തത് പറഞ്ഞേക്കാം. ആട്ടെ, ആ കാറിന്റെ നമ്പർ എത്രയാ മാസ്റ്ററെ? MEQ 4595. എന്റെ മരിച്ചുപോയ ശിവശങ്കര, ഈ കാറിന്റെ നമ്പർ എങ്കിലും നീ ശരിയായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കണ്ടോ? അയ്യോ മാസ്റ്ററെ, ഞാൻ സ്വപ്നം കാണുകയാണോ? നിൽക്കവിടെ. മാസ്റ്ററെ, അത് മാതാമ്മയുടെ പോക്കറ്റിന് താഴെ വീണ പൊതിയ വല്ല അണുബോംബുമായിരിക്കും. നമുക്ക് അതിലേ പോകട്ടെ, ഇതിലേ വാ. എടാ, പേടിക്കാതെ വാടാ, നമുക്ക് എടുത്ത് നോക്കാം. മാസ്റ്ററെ, അതെടുക്കരുത്. അതെടുത്താ പൊട്ടും. പൊട്ടിയാൽ നമ്മൾ രണ്ടുപേരും ചാകും. മാസ്റ്ററെ, അതെടുക്കരുത്. മാസ്റ്ററെ, മാസ്റ്റർ, ഇത് പൊട്ടും പൊട്ടും. മാസ്റ്ററെ, എടുക്കല്ലേ. മാസ്റ്ററെ, എടുക്കരുത്, എടുക്കരുത്. അയ്യോ മാസ്റ്ററെ, ഞാൻ കണ്ണടച്ച് പിടിച്ചിരിക്കുക. പൊട്ടിയോ? ഇത് പൊടി പോലിരിക്കുന്നല്ലോ. ഓ മാസ്റ്ററെ, ഇതാണ് മർജുവാന. മർജുവാന? ഒരു തരം കഞ്ചാവ്. കഞ്ചാവ്? മാസ്റ്ററെ, ആ ഫോറിൻ മാതാമ്മയ്ക്കും ഈ കഞ്ചാവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ആരാണ്? ജാക്കി ക്വാർട്ടേഴ്സിൽ എങ്ങനെ വന്നു? ഞങ്ങൾക്കൊരു ജാക്കിയെ കാണുന്നു. മിസ്റ്റർ LP ജോൺസൺ. ഓഹോ, അതാണ് അവരുടെ വീട്. ഇപ്പൊ ഇവിടുന്ന് പോയ ആ മദാമ പെണ്ണ് ആരാണ്? ആ ജാക്കി ജോൺസന്റെ മകൾ. അറിയത്തില്ലയോ? അറിയൂ അറിയൂ, ജാക്കി ജോൺസന്റെ മകള്. ആ പെണ്ണ് ഞാനുമായിട്ട് 3 വയസ്സിൽ ഒന്നിച്ച് കുതിര ഓടിച്ചിരിക്കുന്നു. ചേട്ടാ, ആ പെണ്ണൊന്ന് വളർന്നു പോയല്ലോ. അത് നമ്മുടെ ജോൺസന്റെ മകളാണല്ലേ? ഇപ്പോൾ അവരെവിടെ പോയിരിക്കാണെന്ന് അറിയാമോ? അറിയാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, കഞ്ചാവ് അടിക്കാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവിടെ പോയിരിക്കുക. ശരിയാ, അവിടെ 3 വയസ്സിൽ ഞങ്ങൾ ഒന്നിച്ച് കഞ്ചാവ് അടിച്ചിരിക്കുന്നു. ആട്ടെ, കഞ്ചാവ് അടിക്കാൻ എങ്ങോട്ടാ പോകുന്നത്? നേരെ പോയി ഇടതുഭാഗം തിരിയുമ്പോൾ ഒരു കുതിര കെട്ടുന്ന സ്ഥലമുണ്ട്.
അതിന്റെ പിന്നാലെയാണ് കഞ്ചാവ് വലി. ശരി, താങ്ക്സ്, നിങ്ങൾക്ക് പോകാം. നമസ്കാരം. എടാ, ആ പെണ്ണ് കഞ്ചാവ് വലിക്കാൻ പോയിരിക്കുക. അവിടെ പോയി എന്തോ എടുത്തിട്ട് വലിക്കാനാ? കഞ്ചാവ് നമ്മുടെ കയ്യിലല്ലേ. ശരി, നമുക്ക് അവിടെ പോയി വേല ഇറക്കാം. നീ വാ. എന്തൊക്കെയാണോ ഒരു പിടിയും കിട്ടുന്നില്ല. കഞ്ചാവ് കൊണ്ടുവരാൻ പോയ ആ ജോലിയെ കാണാനില്ലല്ലോ. ജോലി വന്നില്ലെങ്കിലും വേണ്ട, ആ കഞ്ചാവിന് കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് വലിക്കാഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അവളുടെ വീട്ടിലേക്ക് പോകാം. നീ എന്തോന്നാണ് ഈ പറയുന്നത്? അവൻ പറയണ എന്തെന്ന് വെച്ചാ നമ്മൾ അവളുടെ വീട്ടിൽ ചെന്ന അവളുടെ അച്ഛൻ നമ്മളെ ചവക്കൊണ്ടടിക്കുന്നു. ആ മദാമ്മ ഇങ്ങ് വരട്ടെ, അവളുടെ എല്ലാം നുറുക്കിക്കളയും. അതാ ജോലി വരുന്നു. സോറി, ലേറ്റ് ആയിപ്പോയി. It's all right. Come on, let's go. My God, where did I keep? എന്ത്? മജ്ജുവാന. അയ്യോ, അത് കാണുന്നില്ലല്ലോ. അയ്യോ, ഇത്ര ഓർമ്മയില്ലാതായി പോയല്ലോ. ഇല്ല ഇല്ല, ഞാൻ കൊണ്ടുവന്നു. അയ്യോ, അത് എവിടെ പോയി? മറിജുവാന ശബ്ദം വരുന്നല്ലോ. അവരെല്ലാം ഈ കഞ്ചാവിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ശരി ശരി, നമുക്ക് ഡ്രാമ ആരംഭിക്കാം. പിടിച്ചോ. കഞ്ചാവെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓ, എന്തൊരു സുഖം, എന്തൊരു രസം. മർജുവാന. എന്താടാ പൂ ഇല്ലാതിരിക്കാൻ? ഇത് നാടനല്ല, ഫോറിനാണ്, ഫോറിൻ. Excuse me, shall we also join your company? എന്റെ മാതാമ, ഇതിന്റെ കമ്പനി അങ്ങ് അമേരിക്കയിലാ. അവിടെ പോയി ചോദിക്കേ. അല്ലടാ, നീ വിചാരിക്കുന്ന പോലെയല്ല. ഇവരെല്ലാം നമ്മുടെ പാർട്ടിയിൽ കൂടെ ചേരട്ടെ എന്ന് ചോദിക്കുക. ഞങ്ങളും നിങ്ങളെപ്പോലെ കഞ്ചാവ് വലിക്കാൻ വന്നതാ. പക്ഷെ കഞ്ചാവ് എവിടെയോ കളഞ്ഞുപോയി. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളും കൂടെ ചേരട്ടെ. മാതാമയ്ക്ക് മാത്രം കൊടുക്കാം, നിനക്കൊന്നും തരത്തില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. പ്ലീസ് ഗിവ് ദിസ് ടു ഓൾ. ശരിയാടാ പൂ, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും ആഘോഷിക്കാം. ഓക്കെ ഓക്കെ. മാസ്റ്ററെ, മാസ്റ്ററുടെ കൈ കൊണ്ട് തന്നെ മാതാമയ്ക്ക് കൊടുക്കും. യെസ്, കം ഓൺ. ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. ആ, നടക്ക്. എടാ, ആണും പെണ്ണും കേട്ടവനെ നീയും മാടാ. ചെറുപ്പത്തിലെ കാട് കയറുകയാണല്ലേ. ചുമ്മാ നിനക്ക് പെണ്ണില്ലേടാ? അയ്യോടാ, എന്തു മനോഹരമായ ഒരു മുഖം. നിന്റെ ജീവിതകാലത്ത് നിനക്ക് പെണ്ണ് കിട്ടത്തില്ല. അയ്യോ അയ്യോ, ചേടാ, ഇതൊക്കെ വെപ്പാണോടാ? ചേടാ, നീ മനുഷ്യനോ അതോ പിശാചോ? എന്റെ മാസ്റ്ററെ. നോക്കടാ, എല്ലാം ഔട്ട്. അപ്പൊ നോക്ക്, വേഗം പോവാം. വാ വാ. മാസ്റ്ററെ, ഞാൻ വരുന്നില്ല. ഞാനേ അവിടെ കിടന്നോളാം. മാസ്റ്റർ വേണമെങ്കിൽ ഇവിടെ കിടന്നേ. അടിച്ചു കൊന്നുകളഞ്ഞു.
എടാ ഈ കുരങ്ങന്മാരല്ലേ ചത്തുപോയോ? ഇതിനെ നോക്കട്ടെ, ഇവന്റെ പോക്കറ്റ് വല്ലതും ഉണ്ടോന്ന്. വേഗം വാടാ. ആ അയ്യേ പഴുതുടി. എടാ അപ്പൂ, ആ ഞാനും വരുന്നു. എടാ അപ്പു, കാർ ഇത് തന്നെ. മാപ്പ് ഇതിനകത്ത് കാണുമെന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഉടനെ മദ്രാസിലേക്ക് പോകണം. ഓക്കെ മാസ്റ്ററെ, ഇതിനകത്ത് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കളയാം. ശരി, നമുക്ക് ആദ്യമായി ഈ സീറ്റ് അഴിച്ച് മാറ്റി വെക്കാം. പൊക്ക്. ഓ അത് ശരി. ഓ എന്തൊരു ചേട്ടാ അപ്പു അതവിടെ വെക്കേ. നീ ഇങ്ങോട്ട് നോക്ക്. പിടിച്ചോ. മറ്റേതിനേക്കാണ് ഇതിന്. ഓ ഇതിനകത്തൊന്നുമില്ല കേട്ടോ. മാസ്റ്ററെ, മാസ്റ്റർ ഇതിനകത്ത് നല്ലതുപോലെ നോക്കിക്കും. ഞാൻ പോയി ഡിക്കിനകത്ത് കയറി നോക്കാം. എന്റെ പൊന്നു മാപ്പേ, നീ എവിടാടാ? മാപ്പേ, മാപ്പേ, മാപ്പ്. ആ മാസ്റ്ററെ കിട്ടി. അയ്യോ ഇതല്ല. മാസ്റ്ററെ, ഇതിനകത്ത് മാപ്പുമില്ല, ഒരു കുന്തവും ഇല്ല. ആ മഹാഭാവി ശിവശങ്കരന് ഈ കാറാണല്ലോ കിട്ടിയത്. അപ്പു, അതെ വരുന്നു. അതാ നോക്ക്. മാസ്റ്ററെ, ഇതുപോലൊരു ശൂലമല്ലേ നമ്മുടെ ആ ഡയറിയിലുള്ളത്? അതെ. കിട്ടിപ്പോയി, 1 കോടി രൂപ കിട്ടിപ്പോയി. വേഗം ഒരു കടലാസിൽ വരച്ചെടുക്ക്. മാസ്റ്ററെ, ആ മാപ്പ് പോലാണോ ഈ മാപ്പ്? എടാ അപ്പു, എന്തൊരു കുളിര. ഓ നമുക്ക് ഈ ബാംഗ്ലൂർ പറ്റത്തില്ല, നമുക്ക് മദ്രാസിൽ പോയേക്കാം. പോകാം. അപ്പു കഞ്ചാവിനേറ്റില്ല. ഇവനെ പുകച്ച് കിടത്തിയാലേ പറ്റത്തുള്ളൂ. വിജയ്, വിജയ്, വിജയൻ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, പ്രിയയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. കുറച്ചു നാളായി വിജയൻ എന്തോ കുഴപ്പം സംഭവിച്ചതുപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. നമ്മുടെ വീട്ടിൽ നിന്നും കാണാതെ പോയ ഡയറിയെ പറ്റിയല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സാധാരണ ഡയറി ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രിയയ്ക്ക് കിട്ടാൻ പോകുന്ന എല്ലാ സ്വത്തുക്കളുടെ വിവരവും ആ ഡയറിയിലല്ലേ എഴുതിയിരിക്കുന്നത്. സാരമില്ല വിജയ്, വിജയ് അടുത്തുള്ളപ്പോൾ അതിനേക്കാൾ വലിയ സ്വത്ത് എനിക്ക് എന്താണ്? ആ ഡയറി എടുക്കാൻ വന്നവൻ എന്നെപ്പോലെ ഇരിക്കുന്നു എന്നല്ലേ ആയിയും കുമാരനും വീണ്ടും വീണ്ടും പറയുന്നത്? എങ്കിലും അവൻ ആരായിരിക്കാം? അവനും ഈ ഡയറിയും തമ്മിൽ എന്താ ബന്ധം? അതാണ് വിജയ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു പക്ഷേ ഇവനും എന്റെ അച്ഛനെ കൊന്നതിൽ എന്തെങ്കിലും ബന്ധം കാണുമോ? ആ രാജുവിന്റെ കൂട്ടാളിയായിരിക്കും ഇവനും. ആരായിരുന്നാലും ശരി, അവനെ കണ്ടുപിടിച്ചിട്ടേ ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ. വാ.
അടിക്കണം, ഞാൻ അപ്പോഴേ പറഞ്ഞതാ.